എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഇന്നത്തെ വിശേഷത്തിൽ ചാരങ്ങാട്ടി വീട്ടിലേക്ക് അജിത്തും ജോജും കൂടെ വരുവാണ്. ഈ സമയം ശങ്കർ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ശങ്കർ വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ വന്ന് ഗൗരി കണ്ടില്ല അല്ലേന്ന് ചോദിക്കണം. ഇല്ല ശങ്കർഭായി, ഗൗരി അടുത്ത് കണ്ടില്ല എന്ന് പറയണം. അതെ, അവൾക്കൊരു സൂചന പോലും കിട്ടില്ല നിങ്ങൾ ഇവിടെ വന്ന കാര്യം. പിന്നെ എന്തായി പോയ കാര്യങ്ങളൊക്കെ, ആ ധ്രുവനെ കുറിച്ചുള്ള വിവരം കിട്ടിയെന്ന് ചോദിക്കണം. ഇല്ല, അവനെ കുറിച്ച് വിവരങ്ങൾ കിട്ടിയില്ല. ആ മറ്റേ ശിവാനിയെ കുറിച്ചോ? ശിവാനിയെ കുറിച്ച് അന്വേഷിച്ച് ഞങ്ങൾ പോയി വെച്ചാനെ. പക്ഷെ ഞങ്ങൾ പോയി ശങ്കർബായി. പക്ഷെ വേറൊരു കാര്യമുണ്ട്. പക്ഷേ അവളെ കുറിച്ച് ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതെന്താ? ആ ധ്രുവനുമായിട്ടുള്ള ഉടക്കിന് ശേഷം അവൾ എങ്ങോട്ടോ പോയെന്ന് പറഞ്ഞ, ഹൈദരാബാദിലേക്കോ ചിലർ പറയുന്നത് ഡൽഹിയിലേക്ക് പോയെന്നൊക്കെ. പക്ഷെ കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യും? നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിയില്ലോടാ മോനെ. ഇനിയിപ്പോ നമ്മൾ ഹൈദരാബാദും ഡൽഹിയിലും പോകേണ്ട വരുമോ? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടെ? അവൾ ഈ കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിലോ? അത് കേരളത്തിലെവിടെ? നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ടെന്നുള്ള അറിവ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. പെട്ടെന്നാണ് ഗൗരി അങ്ങോട്ട് വരുന്നത്. ഗൗരിയെ കണ്ട് ശങ്കർ കണ്ണു കാണിച്ചത് വരുന്നുണ്ടെന്ന്. അപ്പം ഗൗരി വന്നിട്ട് ചോദിച്ചു, അല്ല ജോജു എത്തോ? നിങ്ങൾ എന്താ ഇവിടെ വന്നിരുന്നേ? വാ അകത്തേക്ക് വാ, ചായ എടുത്തരാന്നുണ്ട്. വേണ്ട ഏട്ടത്തേമ്മ, ചായ വേണ്ടെന്ന് പറയണം. ശങ്കർ കണ്ണും കൊണ്ട് കാണിക്കുക, ചായ കുടിക്കാൻ കേരളം എത്രയും പെട്ടെന്ന് സ്കൂട്ടായിക്കോളാൻ. കാരണം ഗൗരി ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതൊന്നും താങ്ങാനുള്ള ശേഷി അവർക്കില്ലാന്നറിയാം. ഈ സമയത്ത് ഗൗരി പറഞ്ഞു, അങ്ങനെയല്ലോ, ഇവിടെ വന്നിട്ടുള്ള ആ ചായയെങ്കിലും കുടിച്ചിട്ട് പോകുന്നല്ലേ, ഞങ്ങൾക്ക് ഇച്ചിരി തിരക്കുണ്ട്, അതുകൊണ്ടാ. അല്ല നിങ്ങൾ എന്താ തിരുവനന്തപുരത്തെ കുറിച്ച് എന്തോ പറയുന്ന കേട്ടല്ലോ, അവിടെ എന്താ വിശേഷം എന്ന് ചോദിക്കുക. പെട്ടെന്ന് ജോജു പറഞ്ഞു, അല്ല അത് പിന്നെ തിരുവനന്തപുരത്ത് എൻ്റെ ഒരു ബന്ധുവുണ്ട്. ബന്ധുവോ? അവിടെ എവിടെയാണുള്ളത്? അതെനിക്ക് അറിയില്ലോ. അല്ല അവൾക്കൊരു പരീക്ഷയുണ്ട്, ഒരു PSC എക്സാം ഉണ്ടെന്ന് പെട്ടെന്ന് ശങ്കർ കയറി പറയാം. PSC എക്സാമോ? കൊള്ളാം. അല്ല എവിടെയാന്ന് പറയാമോ? PSC എക്സാം നടക്കുന്ന സ്കൂൾ ഏതാന്ന്, എങ്ങനെ എന്തേലും? അല്ല അത് പിന്നെ, അല്ല തുമ്പേ വെച്ചാന്ന് പറയണം. തുമ്പേ വെച്ചാ? ആ അതെ, തുമ്പയില് മറ്റേ റോക്കറ്റ് ഒക്കെ വിക്ഷേപിക്കുന്ന അവിടെ വെച്ചിട്ടാണ് എക്സാം. കൊള്ളാം. അപ്പൊ ഇവര് പറയുന്നതെല്ലാം കള്ളത്തരമാണെന്നും മനസ്സിലായി. എന്നാ ശരി, ഞങ്ങൾ ഇങ്ങോട്ട് പോട്ടെ. ശങ്കർ പറഞ്ഞു, അവർക്ക് ധൃതിയുണ്ട്, അവരും അങ്ങോട്ട് പോട്ടെ ഗൗരി എന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയം മുറിയിലേക്ക് കയറി വന്ന് ശങ്കറിനോട് ചോദിച്ചു, സത്യം പറ, അവന്മാരെന്തിനാ വന്നാ? അജിത്തും ചോദിച്ചു. അല്ല PSC എക്സാം. വെറുതെ എന്നോട് കള്ളത്തരം പറയണ്ട ശങ്കറെ, കാര്യം എന്താന്ന് പറയണം. എന്തോ ഒരു കള്ളത്തരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണെങ്കിലും എന്നോട് സത്യം പറ, അല്ലെങ്കിൽ അവന്മാരെ ഇവിടെ എന്നോടൊന്നും മിണ്ടാതെ അങ്ങനെ അധികം പോകുന്നതല്ല. ഇത് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. ഈ സമയത്ത് ഗംഗ അങ്ങോട്ട് വരുന്നേ. ഗംഗ വന്നിട്ട് പറഞ്ഞു, ശങ്കു നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? ട്രിപ്പോ? അതെ, എനിക്കും ശങ്കുവിനും പിന്നീട് നമ്മുടെ അജിത്തും ചോദിച്ചു നമ്മുടെ ആ പഴയ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമുക്ക് ട്രിപ്പ് പോയാലോ? അല്ല വേണം ഗൗരിയും കൂടിക്കോ, ഗൗരിക്കും എന്നെ എൻജോയ്മെന്റ് ആവുമല്ലോ. നമുക്ക് അങ്ങനെ അടിച്ചു പൊളിച്ചിട്ടും കൂടെ ഒരു പോക്ക് പോയാലോന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ പോയേക്കാം. അല്ല അവന്മാരെന്തേന്ന് ചോദിക്കാം. അവന്മാര് പോയല്ലോ. അതെന്താ എന്നെ കാണാതെ പോയത്? അതറിയത്തില്ല, എന്താ കാര്യം എന്നറിയത്തില്ല. അവന്മാര് വന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി, എന്തോ ഒരു ധൃതി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഗംഗ പറഞ്ഞ, ശങ്കു നീ സത്യം പറ, നീ എന്തോ കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല. പെട്ടെന്ന് ഗൗരിയുടെ നേരെ തിരിഞ്ഞിട്ട് ഗംഗ പറഞ്ഞു, ദേ ഗൗരി ഒരു കാര്യം സൂക്ഷിച്ചോട്ടോ, ശങ്കുവിന് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് തോന്നേ. ഇവന്റെ എല്ലാ കള്ളത്തരം കൂട്ടു നിൽക്കുന്ന സാധനങ്ങളെ ഇപ്പൊ വന്നിട്ട് പോയത്, അതുകൊണ്ട് സൂക്ഷിക്കുന്നല്ല എന്ന് പറഞ്ഞിട്ട് ഗംഗ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗൗരിക്ക് ഭയങ്കര ആദ്യേ. ഗൗരി പറഞ്ഞു, ശങ്കറെ സത്യം പറ, എന്തിനാ അവര് വന്നേ? നിങ്ങളുടെ പ്ലാൻ എന്താ? എനിക്ക് നല്ല സംശയമുണ്ട്. ശങ്കർ ആ ധ്രുവനെയാണോ നോക്കുന്നത്, അന്വേഷിക്കണേന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് ശങ്കറൊന്നും വേണ്ടിയില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ധ്രുവന്റെ പുറകെ ഇനി പോവണ്ട. അറിയാലോ അവന്റെ സ്വഭാവം എന്താന്നുള്ളത്. എനിക്ക് എന്റെ ശങ്കറിനെ വേണം. നമ്മളോട് ഒന്നിച്ചുള്ള ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നേ. ഇനിയുള്ള ജീവിതം ഞാൻ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, ശങ്കറിനോടൊപ്പം ജീവിതം. ആ ജീവിതം ഒരിക്കലും കെട്ടടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇനി ആ ധ്രുവനെ തേടി അലയലെന്ന് പറയാം. ധ്രുവന്റെ പുറകെ ഞാൻ പോകാനോ? അവനുള്ള ശിക്ഷ ഇവിടെ പോലീസും കോടതിയെ കൊടുത്തോളും. അവന്റെ പുറകെ ഞാൻ പോകാനൊന്നും പോകുന്നില്ല. പിന്നെ അവന്റെ പുറകെ ഞാനും പോയി അവനെ ഞാൻ കണ്ടെത്താന്ന് പറഞ്ഞ അതെനിക്ക് ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഈ ശങ്കറിന്റെ കൈ കിട്ടി അവൻ ഭസ്മമായി പോവാണെന്ന് പറഞ്ഞിട്ട് ശങ്കർ അങ്ങോട്ട് പോവാണ്. ഗൗരിക്ക് ആവപ്പാ ടെൻഷനായി. പിന്നീട് ശേഖർ ചാരിങ്ങാട്ട് വീട്ടിലേക്ക് വരുവാണ്. പമ്മിയാ വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് തങ്കച്ചിനെ വിളിക്കുവാണ്. അമ്മേ ഞാൻ വരട്ടെ അകത്തേക്ക്? നീ വാടാ മോനെ, അച്ഛനില്ലല്ലോ. ഇല്ലാന്ന് പറയാണ്. ഇതേ ഞാനിവിടെ എത്തി കിട്ടുമെന്നും പറഞ്ഞോണ്ട് വാതിലുടർന്ന് അകത്തേക്ക് കയറി വരുവാണ്. അങ്ങനെ കയറി വരുമ്പോൾ തങ്കച്ചി അങ്ങ് ചെന്നു. എൻ്റെ അമ്മേ, ഇപ്പൊ തന്നെ എന്തൊരു കഷ്ടമെന്നേക്ക് ഒളിച്ചും പാത്തും വേണം ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട്. എൻ്റെ ഒരു അവസ്ഥയെ. മോനെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, നീ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്ക്. അച്ഛനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റില്ലായിരുന്നോ? ഞാൻ അച്ഛനെ വിളിച്ചു, അച്ഛൻ എന്റെ ഫോണ് പോലും അറ്റൻഡ് ചെയ്തില്ല. അത്രയ്ക്ക് ദേഷ്യം അച്ഛൻ എന്നോട്. എന്ത് ചെയ്യാനാ, എല്ലാത്തിനും കാരണക്കാരിയെ ഗൗരിയല്ലേ. അമ്മേ ആ ഗൗരിക്കൊരു നല്ല പണി കൊടുക്കണം അമ്മേ. ഒരു കാരണവശാലും അവളെ ഇവിടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ അനുവദിക്കല്ലെന്ന് പറയാം. അതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടോ മോനെ, നീ ധൈര്യമായിട്ടിരുന്നു. എന്നാലും അല്ല മോനെ, നീ എവിടെയായിരുന്നു? എവിടെ? ഞാൻ അവിടെ ഒരു
ഹോട്ടലിൽ റൂം എടുത്തു. അവിടെയാ എൻ്റെ ഗടികളെല്ലാം അറിഞ്ഞെന്നേ. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായെന്നുള്ള കാര്യം എല്ലാവരും ഫോൺ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. നീ പുറത്തായെന്ന് ചോദിച്ചാൽ എനിക്ക് നാണക്കേട് കൊണ്ട് തല ഉയർത്തി നടക്കാൻ പറ്റില്ല. തങ്കച്ചി പെട്ടെന്ന് പറഞ്ഞു, അതങ്ങനെയാണല്ലോ, ചാരങ്ങാട്ട് വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടായാലും തൃശ്ശൂർ മൊത്തം അറിയില്ലോ എന്ന് പറയാം. അമ്മ എങ്ങനെയാലും എനിക്കൊന്ന് അകത്ത് കയറിയേ പതിയാവുള്ളൂ. മോനിപ്പോൾ ഈ ഫുഡ് കഴിക്കുക തക്കാലത്തേന്. ഈ സമയത്താണ് വേലക്കാരി ഫുഡും കൊണ്ട് വരുന്നത്. ഫുഡ് കൊണ്ട് ടേബിൾ വെച്ചു. മോൻ കഴിക്കുക. എനിക്ക് വേണ്ടമ്മ, ഞാൻ കഴിച്ചു പുറത്തുനിന്ന്. എടാ പുറത്തുനിന്ന് കഴിക്കുന്ന പോലെ അല്ലല്ലോ വീട്ടിൽ നിന്ന് കഴിക്കുന്നേ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ലേ. നീ ഇച്ചിരി ഫുഡ് കഴിക്കുക. അമ്മ എനിക്കിവിടെ എങ്ങനെയൊന്ന് കയറിയാൽ മതി. എനിക്ക് മടുത്തു. എനിക്കാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയാണ്. അല്ല വേണ്ട, നിന്റെ പൈസയൊക്കെ ഉണ്ടോ? അത് പിന്നെ അമ്മ ആ പിള്ളച്ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടില്ലായിരുന്നോ പൈസ? അതെൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പൈസയ്ക്കൊന്നും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം. ദേ പെട്ടെന്ന് കഴിച്ചിട്ട് പോകും. അച്ഛൻ വരുന്നതിന് മുമ്പ് ഇനി അച്ഛൻ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, അറിയാലോ എന്ന് പറയാം. അങ്ങനെ മോന് വിളമ്പി കൊടുക്കുവാണ് ആഹാരം. ഈ സമയത്ത് കമലയുടെ വരവ്. കമല കണ്ടു ശേഖർ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്ന ഈ കാഴ്ച കണ്ട് കമലയ്ക്ക് സഹിച്ചില്ല. കമല പതുക്കെ ഇങ്ങനെ വന്നിട്ട് ആ ജഗ് ഇങ്ങോട്ട് എടുത്തു. നിറച്ചും വെള്ളം ഉണ്ടായിരുന്നു. ഈ ജഗ് നിറച്ചും വെള്ളം ഉണ്ടല്ലോ എന്ന് പറയാം. പെട്ടെന്ന് തങ്കച്ചി ചോദിച്ചു, നീ എന്തിനാ കമലെ വെള്ളം എടുക്കണേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ അപ്പുറത്തേക്ക് പോകാൻ പറയണം. പക്ഷെ കമലയൊന്നും മൈൻഡ് ചെയ്തില്ല. കമല ജഗ്ഗും വെള്ളം എടുത്തപ്പോൾ നേരെ ശേഖറിന്റെ അടുത്തേക്ക് വരുവാണ്. അടുത്ത് വന്ന് നിന്നു. ശേഖർ അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. നേരെ ആ ജഗ്ഗ് തുറന്നിട്ട് അതിനകത്തെ വെള്ളം മൊത്തം ശേഖറിന്റെ തലയിലേക്ക് അങ്ങോട്ട് കമിഴ്ത്തുവാണ്. ശേഖർ ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ലത്, ഇത്രയ്ക്കൊരു ടിസ്റ്റ്. പെട്ടെന്ന് ഇങ്ങ് ചാടി എഴുന്നിട്ട്, നീ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കണം. നിന്നെ ഞാൻ തല്ലി കൊല്ലുമെന്ന് പറയണം. പെട്ടെന്ന് ഒരു മൈൻഡ് ഇല്ലാതെ കമൽ നിൽക്കുക. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? ഈ സമയം തങ്കച്ചി കയറി കയ്യെ പിടിച്ചു. മോനെ വേണ്ട കേട്ടോ, ഇവിടെ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കല്ലേ. ഇതെങ്ങാനും നിന്റെ അച്ഛൻ അറിഞ്ഞ് അതോടുകൂടി തീർന്നു. എന്നെയും കൂടെ വീടിന് പുറത്താക്കും. അറിയാലോ നിന്റെ അച്ഛൻ്റെ സ്വഭാവം എന്താന്നുള്ളത്. അതുകൊണ്ട് ബഹളം ഉണ്ടാകുന്നെങ്കിൽ പോകാൻ നോക്കുക. ബഹളം കേട്ട് ആരെങ്കിലും വന്നാൽ നിന്നെ കാണും. നീ പോകാൻ പറയണം. അല്ലമ്മ ഇവള് പറയുന്ന കേട്ടോ. എടാ അവൾക്കൊട്ടുള്ള പണി നോക്ക് പിന്നെ കൊടുക്കാം. ഇപ്പൊ നീ ഞാൻ പറയുന്ന അനുസരിക്ക്. ഈ സമയത്ത് ഇവിടെ നിനക്കിട്ട് ഞാൻ തരുമെന്ന് പറഞ്ഞ് കൈ ഓങ്ങിക്കൊണ്ട് ചെല്ലുമ്പോൾ കമല കയ്യിൽ ഒളിപ്പിച്ച് വെച്ചാൽ കത്തി അങ്ങ് എടുക്കണം. പുറയിൽ ഒളിപ്പിച്ച് വെച്ച്. എടാ ശേഖറേ, നിന്നെ ശരിയാക്കൂടാ. നീ എന്നോടാ കളിച്ചോണ്ടിരുന്ന വന്നിരിക്കുന്നത്. എൻ്റെ എത്ര കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയവനാടാ നീ. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിന്നെ ഞാൻ കുത്തി മലർത്തൂടാ പന്നി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലുവാണ് അങ്ങോട്ട്. ഈ സമയത്ത് തങ്കച്ചി പെട്ടെന്ന് എടാ ശേഖരൻ നീ ഒന്ന് പോടാന്ന് പറഞ്ഞ് പിടിച്ച് വലിക്കുവാണ്. അമ്മ അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ. എൻ്റെ പൊന്നു മോനെ, അവൾക്ക് പ്രാന്താ. അവൾ നിന്നെ ഉപദ്രവിക്കൂടാ. നീ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറഞ്ഞ് തള്ളി ഉന്തി അവനെ വിടുവാണ്. ഈ സമയം കത്തിയും കൂടെ നിന്നെ കുത്തി മലർത്തൂടാന്ന് പറഞ്ഞുകൊണ്ട് കമല നിൽക്കുവാണ്. പിന്നീട് ശേഖർ അങ്ങോട്ട് പെട്ടെന്ന് പോവാണ്. ശേഖരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ തങ്കച്ചി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും തങ്കച്ചി പറഞ്ഞു, നീ എന്തിനാ കമല ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ ആ കത്തി താഴെ ഇടാൻ പറയണേ. പക്ഷെ കമലയൊന്നും കേട്ടില്ല. കമല ആ കത്തി ഒന്ന് കറക്കി വീശുകയൊക്കെ ചെയ്തു. പിന്നീട് തങ്കച്ചിയുടെ നേരെ ഉന്നം വെക്കുവാണ് എറിയാൻ വേണ്ടിയിട്ട്. അയ്യോ കമല നീ എന്താ ചെയ്യുന്നത്? എന്നെ എറിയില്ലെന്ന് പറയണ. അമ്മ കണ്ടിട്ടില്ലേ ഈ കത്തിയേറ്? എനിക്ക് ഉന്നമുണ്ടോ നോക്കണ്ടേ, അതുകൊണ്ടാന്ന് പറയണ. അയ്യോ ഓടി വായോ എന്നെ തല്ലിക്കൊല്ലുന്നേന്ന് പറയാണ്. ഗൗരി ഓടി വന്നപ്പോൾ കാണുന്ന കാഴ്ച കത്തിയും കറക്കിക്കൊണ്ട് നിൽക്കുന്ന കമലേനെയാണ്. ഓടി വന്നിട്ട് ആ കത്തി ഇങ്ങ് മേടിച്ചു. ഇതെന്ത് പരിപാടിയാണ് കമലെടുത്ത് കാണിക്കണേ? അത് അമ്മയല്ലേന്ന് ചോദിക്കണേ. അമ്മയോ? അതെ, ആ തള്ളക്ക് ഇച്ചിരി അഹങ്കാരം കൂടല. ആ തള്ളയുടെ മോൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആര് ശേഖരേണ്ണ? അതേന്നെ. ഇത് ഇവള് ചുമ്മാ പറയുന്ന എൻ്റെ ഗൗരി. ഇല്ല ഗൗരി, ഞാൻ സത്യം പറയുന്ന. അമ്മ ഇവിടെ വന്നിട്ട് പോയി. തള്ളയും മോനും ഒരു കയ്യാ. നീ എന്താടി എന്നെ വിളിച്ച തള്ളേന്നോ? പിന്നല്ലാതെ. തള്ളേന്നല്ലാതെ അമ്മയെന്ന് എനിക്ക് വിളിക്കാൻ പറ്റില്ല എന്ന് പറയാം. കമലെടുത്ത് ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പൊ കമല തങ്കച്ചിട്ട് നോക്കിട്ട് പറയാം, നിങ്ങൾ നോക്കിയേ ആ തള്ളയ്ക്ക് പ്രാന്താ. അവള് തന്നെ ഇരുന്ന് പിറുപിറുക്കുന്ന കണ്ടോ? പക്ഷെ തള്ളയല്ല അമ്മേന്ന് വിളിക്ക്. അമ്മയെന്നല്ല വിളിക്കുന്നേ, തള്ളേന്ന് വിളിക്കുമെന്ന് കമല പറയുകയാണ്. ഗൗരിക്ക് അത് കേട്ടപ്പോൾ ചിരിയും കൂടെ വന്നു. ഈ സമയം തങ്കച്ചി പറഞ്ഞു, ഇവളെ എന്ന് ഈ കുടുംബത്തിൽ നിന്ന് പോവാ അന്ന് ഈ വീട്ടിൽ ഗതി കിട്ടുള്ളൂ. കണ്ടില്ലേ കഷ്ടകാലം പിടിക്കാണ്ട് വന്ന് കയറിയിരിക്കുന്നത്, മനുഷ്യന് ജീവൻ എടുക്കാനായിട്ടെന്നും പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന പ്രൊഫസറുടെ വീട്ടിൽ അടുക്കളയിൽ നന്ദിയമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയമാണ് ആരതി അങ്ങോട്ട് വരുന്നത്. ആരതിയോട് പറഞ്ഞു, നിനക്ക് ഭയങ്കര പരാതിയല്ലായിരുന്നോ നിനക്ക് ഇഷ്ടപ്പെട്ട കറികളൊന്നും ഉണ്ടാക്കി തരുന്നില്ലെന്ന്? നിന്റെ പരാതി ഇന്നത്തോട് തീർത്തോളാന്ന് പറയാം. പിന്നീട് ഞാൻ വെച്ചാൽ കറിവേപ്പില എടുത്തോണ്ട് വരട്ടെ, നീ കറി ഒന്ന് നോക്കണം കേട്ടോ എന്ന് പറയാം. ശരി ഞാൻ നോക്കാം. ഫോണിൽ കളിക്കാണ്ടിരിക്കരുത്, അവസാനം കറി കരിഞ്ഞു പോലെന്ന് പറയണേ. ഏയ് അതൊന്നും ഇല്ലാന്ന് പറയണേ. അങ്ങനെ നന്ദിനിയമ്മ അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. നന്ദിനിയമ്മ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പം ഫോണിൽ കളിക്കൊണ്ടിരിക്കുവാണ് ആരതി. എന്നിട്ട് മെസ്സേജ് അയക്കും ഇതിന്. അതെ വീട്ടിൽ വന്ന് കല്യാണം പറ, എൻഗേജ്മെന്റ് നടത്തേണ്ട തീയതി എന്നാന്ന് പറ. എങ്കിൽ മാത്രമല്ലേ എത്രയും പെട്ടെന്ന് എൻഗേജ്മെന്റ് നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ വോയിസ് നോട്ടൊക്കെ അയച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അങ്ങോട്ട് വേലക്കാരി സന്ധ്യ അങ്ങോട്ട് വന്നേ. വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന വേലക്കാരി. അപ്പോൾ വന്നിട്ട് ആ അടുപ്പത്ത് വെച്ചിട്ട് ആ ചട്ടി അങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് വേറെ ചട്ടി അങ്ങ് വെക്കാൻ തുടങ്ങുക. ഇത് കണ്ടപ്പം ആരതി ചോദിച്ചു, ഇതെന്താ ചേച്ചി കാണിക്കണമെന്ന് ചോദിക്കണം. ആ കറി വാങ്ങി എന്തിനാ? അത് പിന്നെ വേണിമോളൊക്കെ എനിക്ക് ആഹാരം ഉണ്ടാക്കാനെന്ന്. വേണി ചേച്ചിക്കോ? അത് നിങ്ങളൊക്കെ പിന്നെ കഴിച്ചാലും മതി. ഇപ്പോഴേ വേണിമോൾക്ക് ആഹാരം കൊടുക്കണ്ട, അതൊരു കുഞ്ഞുമായിട്ടോ ഇരിക്കുന്നല്ലേന്ന് ചോദിക്കുക.
ഈ സമയത്താണ് ഇങ്ങോട്ട് പിന്നെ നന്ദിനിയമ്മ കയറി വരുന്നത്. നന്ദിനിയമ്മ പറഞ്ഞു എന്താന്ന് ചോദിക്കണം. അമ്മ ഇവര് കണ്ടോ, ഇവരൊക്കെ കറി വാങ്ങി വെച്ചെന്ന് പറയാം. ഈ സ്ത്രീ കാരണം ഇവിടെയാണ് നേരം വേണം ഫുഡ് കഴിക്കാൻ പോലും പറ്റുന്നില്ല. ഓഹോ അങ്ങനെയാണോ, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ മഹാദേവ സാറിനെ വിളിച്ചു പറയാൻ കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് നന്ദി പറഞ്ഞു വേണ്ട ഒന്നും പറയണ്ട, ഇപ്പൊ നിങ്ങൾക്ക് അടുക്കള ഫുഡ് ഉണ്ടാക്കിയ പോരെ, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിയോ, ഞങ്ങൾ അങ്ങോട്ട് മാറി തന്നേക്കാന്ന് പറയണം. നന്ദിനിയമ്മയുടെ അടുത്ത് വന്നിട്ട് ആരതി ചോദിച്ചു അമ്മ എന്ത് പരിപാടിയെ കാണിച്ചേ? എപ്പോ നോക്കിയാലും അമ്മയ്ക്ക് ഒരു വേണിച്ചേച്ച കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ മനുഷ്യരല്ലേ, അവർക്കൊന്ന് ഫുഡ് കഴിക്കണ്ടേ, എപ്പോ നോക്കിയാലും വേണിച്ചേച്ചി മാത്രം. ഇത് കേട്ടപ്പോൾ നന്ദിനിയും പറഞ്ഞു മോളെ നീ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. പിന്നെ ഇങ്ങനെ പറയാതിരിക്കുവോ, ഇവിടെ ഞങ്ങളും അമ്മയുടെ മക്കളല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നന്ദിയമ്മ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ സമയത്ത് വേണി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. വേണി കേട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേണിക്കും വല്ലാത്ത വിഷമമൊക്കെ ആവുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.